തമിഴ്നാട് യാത്രയിലെ ഏഴാമത്തെ ജില്ലയായ രാമനാഥപുരത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. തിരുവനന്തപുരത്തു നിന്നും രാമനാഥപുരം വരെ 378 കിലോമീറ്ററും തൂത്തുക്കുടിയിൽ നിന്ന് 135 കിലോമീറ്ററുമാണ് ദൂരം. തൂത്തുക്കുടിയിൽ നല്ല അക്കോമഡേഷൻ ലഭിക്കാത്തതുകൊണ്ടും വലുതായി കാഴ്ചകളൊന്നും ഇനി കാണാനില്ലാത്തതുകൊണ്ടും രാമനാഥപുരത്തിലേക്ക് പോകാമെന്ന് കരുതി. പരിചയമില്ലാത്ത ഹൈവേകളിൽ കൂടിയുള്ള രാത്രി യാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ ഞാൻ വളരെ സ്പീഡ് കുറച്ചായിരുന്നു വാഹനം ഓടിച്ചത്. രാത്രി 9:45 ആയപ്പോഴേക്കും പാമ്പൻ പാലത്തിൽ എത്തിച്ചേർന്നു. പാമ്പൻ പാലത്തിൻ്റെ രാത്രിയുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. പരിചയമില്ലാത്ത സ്ഥലത്ത് അസമയത്ത് റൂം കിട്ടുന്നതിനും പ്രയാസമാണ്, റൂം എടുക്കുന്നതും സൂക്ഷിച്ചു വേണം. രാമേശ്വരം എത്തിയപ്പോൾ ചെന്നൈയിൽ നിന്നുമുള്ള മറ്റൊരു ബൈക്ക് റൈഡറിനെ പരിചയപ്പെടുകയും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ എനിക്കൊരു റൂം ശരിപ്പെടുത്തി തരികയും ചെയ്തു. വൃത്തിയുള്ള റൂമായിരുന്നു. 1500 രൂപ ഒരു നൈറ്റ് സ്റ്റേക്ക് ചോദിച്ചെങ്കിലും അവിടുത്തെ മാനേജറുമായി സംസാരിച്ച് 1000 രൂപയ്ക്ക് അത് ലഭിച്ചു. ബഡ്ജറ്റ് ഹോട്ടൽസാണ് ഞാൻ സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത്. അത്യാവശ്യം വൃത്തിയും ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും ഉള്ള ഒരു ഹോട്ടലായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. യാത്രാക്ഷീണം മാറാൻ ചെറു ചൂടുവെള്ളത്തിലൊരു കുളി അത്യാവശ്യമാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമേ രാമേശ്വരം ക്ഷേത്രത്തിലേക്കുള്ളൂ. വെയിൽ കഠിനമാകുന്നതിന് മുമ്പ് തന്നെ രാമേശ്വരം ക്ഷേത്രവും ധനുഷ്കോടിയും കാണണമെന്നുള്ളതുകൊണ്ട് രാവിലെ 8 മണിക്ക് തന്നെ റെഡിയായി ഇറങ്ങി. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് രാമേശ്വരം ക്ഷേത്രവും പരിസരവും ഉണർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടുകൂടാത്ത ഗോപുരം എന്നറിയപ്പെടുന്ന രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിൻ്റെ പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ഈ ഗോപുരം പൂർത്തിയാക്കിയാൽ ഈ ക്ഷേത്രത്തിൻ്റെ ദിവ്യശക്തി കുറയുമെന്നാണ് വിശ്വാസം. രാവണനെ വധിച്ചതിൻ്റെ പാപം ശുദ്ധീകരിക്കുന്നതിനായി ശ്രീരാമൻ കുളിച്ചതായി കരുതപ്പെടുന്ന 22 പുണ്യകിണറുകളിലെ ജലത്തിൽ കുളിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം. അടുത്തടുത്ത കിണറുകളാണെങ്കിലും ഓരോ കിണറിലെയും വെള്ളത്തിൻ്റെ രുചി വ്യത്യസ്തമാണെന്നാണ് പറയപ്പെടുന്നത്. ചില കിണറുകളുടെ വെള്ളത്തിന് മധുരവും ചിലതിന് ഉപ്പുരസവും ചില വെള്ളം ചൂടുവെള്ളവുമാണെന്നും പറയപ്പെടുന്നു. രാമേശ്വരം ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ 6 മണി വരെ മണി ദർശനം നടത്താറുണ്ട്. ശിവലിംഗ രൂപത്തിലുള്ള ഈ മണി വിലയേറിയ സ്ഫടികത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അരോചകമായ ഈ ഒരു ഹോൺ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കണം. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ യാത്ര ചെയ്തിട്ടും ഈ ഒരു ഹോൺ ശബ്ദം ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഹോട്ടൽ പാണ്ഡ്യാസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അടുത്ത് തന്നെ നമ്മൾ പലയിടത്തും കാണാറുള്ള അന്നപൂർണ റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ നെയ് ദോശ ശരിക്കും നെയ് ദോശ തന്നെയാണ്. ഈ ഒരു ദോശ കഴിച്ചാൽ ഉച്ച കഴിഞ്ഞാലും നമുക്ക് വിശപ്പുണ്ടാകത്തില്ല. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ധനുഷ്കോടി വരെ ഏകദേശം 20 കിലോമീറ്റർ ദൂരമാണുള്ളത്. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 10 കിലോമീറ്റർ മാറി ധനുഷ്കോടി പോകുന്ന ഭാഗത്തുള്ള ഒരു ക്ഷേത്രമാണ് കോദണ്ഡരാമർ ക്ഷേത്രം. കോദണ്ഡരാമർ എന്ന് ഉദ്ദേശിക്കുന്നതും ശ്രീരാമനെ തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. 1964 ഉണ്ടായ സുനാമിയിൽ ഒരു കേടുപാടും സംഭവിക്കാതെ അവശേഷിക്കുന്ന ഒരു നിർമ്മിതിയും ഈ കോദണ്ഡരാമർ ക്ഷേത്രം മാത്രമാണ്. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം രാവണൻ്റെ ഇളയ സഹോദരനായ വിഭീഷണർ രാവണനോട് സീതയെ രാമന് തിരിച്ചു നൽകാൻ ഉപദേശിക്കുകയും ഇതിന് വഴങ്ങാതിരുന്ന രാവണനിൽ നിന്നും രക്ഷ നേടി രാമനോടും വാനര സൈന്യത്തോടും അഭയം ചോദിച്ച് വന്ന സ്ഥലമാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്ഥലങ്ങൾ കാണുന്നതിന് നമ്മൾ യാത്ര പോകുമ്പോൾ യഥാർത്ഥത്തിൽ 4 വീലർ പോകുന്നതിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് 2 വീലറിൽ പോകുമ്പോൾ. സ്ഥലങ്ങൾ കണ്ടു പോകണമെങ്കിൽ 2 വീലറിൽ തന്നെ പോകണം. കാറിലോ ബസ്സിലോ നമ്മൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് പുറത്ത് ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണുന്ന ആ ഫീലാണ് ബൈക്കിൽ നമ്മൾ പോകുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. കോദണ്ഡരാമർ ക്ഷേത്രം വരെ പോയെങ്കിലും സമയക്കുറവ് കാരണം ക്ഷേത്രത്തിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചില്ല. ക്ഷേത്രത്തിലും പരിസരത്തും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന സഞ്ചാരികളുടെ തിരക്കുണ്ടായിരുന്നു. വെയിൽ കടുക്കുന്നതിന് മുമ്പേ ധനുഷ്കോടി എത്തുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ധനുഷ്കോടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ വിജനമായ വഴികളാണ് ഉള്ളത്. രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെയുള്ള യാത്രയിൽ ഇടയ്ക്ക് കടകളോ വേറെ ഒരു സ്ഥാപനങ്ങളോ വീടുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല.
വില്ലിൻ്റെ അവസാനം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം. ശ്രീരാമൻ്റെ വില്ലിനെ ആസ്പദമാക്കിയാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായ ധനുഷ്കോടിയിലെ വെളുത്ത മണലും തെളിഞ്ഞ നീല ജലവും വളരെ ആകർഷകമാണ്. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ നശിച്ചുപോയ ഒരു ദേവാലയത്തിൻ്റെ ശേഷിപ്പാണ് ഈ കാണുന്നത്. ധനുഷ്കോടിയുടെ തീരത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊന്നാണ് ഇന്ത്യൻ നേവിയുടെ ഹോവർക്രാഫ്റ്റ്. ഈ ഹോവർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. കരയിലും വെള്ളത്തിലും ഒരുപോലെ തന്നെ ഇത് ഓടിക്കാൻ കഴിയും. ഇതാണ് ധനുഷ്കോടി മുനമ്പ്. ഇവിടെ നിന്നും 27 കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ തലൈ മന്നാർ എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും. ധനുഷ്കോടി മുനമ്പിൽ നിന്നും ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിൽ അവസാനിക്കുന്ന പാലമാണ് രാമസേതു പാലം അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം സീതയെ രക്ഷിക്കുന്നതിനായി ശ്രീരാമന് വാനരസേന പണിയെഴുപ്പിച്ചതാണ് ഈ പാലം എന്നാണ്. എന്നാൽ ഇസ്ലാം മതവിശ്വാസപ്രകാരം ആദം ഈ പാലം വഴി സിലോണിലേക്ക് പോവുകയും ആദാമിൻ്റെ കൊടുമുടിയിൽ 1000 വർഷത്തോളം അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയും എന്നാണ് പറയപ്പെടുന്നത്. മാങ്ങ, പേരയ്ക്ക, തണ്ണിമത്തൻ, വെള്ളരിക്ക ഇവയെല്ലാം കട്ട് ചെയ്ത് മുളക് പൊടിയും ഉപ്പും തേച്ച് വയ്ക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന കച്ചവടം. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ നശിച്ച റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ മുൻ പ്രസിഡൻ്റായ അബുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം ജനിച്ചത് രാമേശ്വരത്താണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു മ്യൂസിയവും പണിയെഴുപ്പിച്ചിട്ടുണ്ട്. ഈ മെമ്മോറിയൽ പണിയെഴുപ്പിച്ചിരിക്കുന്നത് പേയ്ക്കരിമ്പ് എന്ന സ്ഥലത്താണ്. ഇത് പാമ്പൻ റോഡ് ബ്രിഡ്ജ്. ഏകദേശം 2.5 കിലോമീറ്ററോളം നീളമുള്ള ഈ റോഡ് ബ്രിഡ്ജാണ് രാമേശ്വരത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നത്. അന്നൈ ഇന്ദിരാഗാന്ധി റോഡ് ബ്രിഡ്ജ് എന്ന ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് 1988 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു. ആദ്യത്തെ പാമ്പൻ റെയിൽ പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1914 ആ പാലം നിർമ്മിച്ചത്. 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം ഇന്ത്യയിലെ രണ്ടാമത്തെ കടൽ മേൽപ്പാലമാണ്. 1964 ഡിസംബർ രാത്രിയിൽ ധനുഷ്കോടിയിൽ വീശിയ ചുഴലിക്കൊടുങ്കാറ്റിൽ കടൽ ജലം ഉയരുകയും ആ സമയം പാമ്പൻ പാലത്തിൽ കൂടി വരികയായിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും 115 യാത്രക്കാരും കടലിൽ ഒലിച്ചു പോവുകയും പാമ്പൻ പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് മീറ്റർ ഗേജ് ട്രെയിനുകൾ പോയിക്കൊണ്ടിരുന്ന ഈ പാലം 2007 റെയിൽവേ ബ്രോഡ് ഗേജായി മാറ്റി പുതുക്കി പണിയുകയുണ്ടായി. 1914 നിർമ്മിച്ച പാമ്പൻ പാലത്തിന് കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിക്കുകയും 2019 സമാന്തരമായി പുതിയൊരു പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും 2025 ഏപ്രിൽ മാസം പുതിയ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. രാമനാഥപുരം ജില്ലയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തമിഴ്നാടിൻ്റെ മറ്റൊരു ജില്ലയുടെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു.